നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്വർണ്ണവില തുടർച്ചയായി താഴേക്ക്, ആശ്വാസത്തിൽ ഉപഭോക്താക്കൾ. സംസ്ഥാനത്ത് തുടർച്ചയായ രണ്ടാം ദിനവും സ്വർണ്ണവില കുറഞ്ഞു. പവനിന്ന് 80 രൂപയാണ് കുറഞ്ഞത്. ഇന്നലെ 200 രൂപയുടെ ഇടിവുണ്ടായിരുന്നു. വിപണിയിൽ 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 71,560 രൂപയാണ്. വിവാഹ വിപണിയിലടക്കം ഉപഭോക്താക്കൾക്ക് സ്വർണ്ണവില കുറഞ്ഞത് ആശ്വാസമാണ്. തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ കൊല്ലപ്പെട്ട സംഭവം. വിമർശനങ്ങൾക്കിടയിൽ കർണാടക മുഖ്യമന്ത്രിയെ വിളിപ്പിച്ച് ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെയുമാണ് ഹൈക്കമാൻഡ് ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇരുവരും ഇന്ന് രാഹുൽ ഗാന്ധിയെ കാണുമെന്നാണ് റിപ്പോർട്ട്. RCBയുടെ ആദ്യ IPL കിരീട വിജയത്തിന് ശേഷം കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ മരിക്കുകയും 40-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇത് സർക്കാരിനെതിരെ വ്യാപക വിമർശനത്തിനാണ് വഴിവെച്ചത്. പിന്നാലെയാണ് ഹൈക്കമാൻഡ് ഇരുവരെയും വിളിച്ചിരിക്കുന്നത്. കാറിന് സൈഡ് നൽകിയില്ല. KSRTC ഡ്രൈവർക്കും കണ്ടക്ടർക്കും മർദ്ദനം. വയനാട് സുൽത്താൻ ബത്തേരി ബീനാച്ചിയിലാണ് സംഭവം. മർദ്ദനത്തിൽ ബസ് ഡ്രൈവർ മത്തായിക്കും കണ്ടക്ടർ റിയാസിനും കുത്തേറ്റു. KL 65 1472 കാറിലെത്തിയവരാണ് ബസ് ജീവനക്കാരെ മർദ്ദിച്ചത്. സംഭവത്തിൽ കണ്ടക്ടറും ഡ്രൈവറും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കാറിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ചാണ് KSRTC കണ്ടക്ടർക്കും ഡ്രൈവർക്കും മർദ്ദനമേറ്റത്. സ്കൂട്ടറിൽ ഭർത്താവിനൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ പൂച്ച കുറുകെ ചാടി. യുവതിക്ക് ദാരുണാന്ത്യം. ലോകമലേശ്വരം വലയിൽ ബിനേഷിന്റെ ഭാര്യ സുമിയാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ദേശീയപാത 66 നെടിയത്തളി ശിവക്ഷേത്രത്തിന്റെ സമീപമായിരുന്നു അപകടം നടന്നത്. സുമി ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ പൂച്ച കുറുകെ ചാടിയതിനെ തുടർന്നായിരുന്നു അപകടം. തലയ്ക്ക് പരിക്കേറ്റ സുമി കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ക്ഷേത്രവിഗ്രഹത്തിലെ സ്വർണ്ണമാല മോഷ്ടിച്ചു. കോഴിക്കോട് മേൽശാന്തി പിടിയിൽ. പന്തീരങ്കാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തിയ സ്വർണ്ണമാല മോഷ്ടിച്ച കേസിൽ മേൽശാന്തി പോലീസ് പിടിയിലായി. പാലക്കാട് അന്തിയാലൻകാട് കബൂർ സ്വദേശി ഹരികൃഷ്ണനാണ് പന്തീരങ്കാവ് പോലീസിന്റെ പിടിയിലായത്. പന്തീരങ്കാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തിയ 13 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് ഹരികൃഷ്ണൻ മോഷ്ടിച്ചതെന്ന് പോലീസ് അറിയിച്ചു. മാല വിഗ്രഹത്തിൽ നിന്നും എടുത്ത ശേഷം ഒരു ജ്വല്ലറിയിൽ പണയം വെച്ചതായാണ് മേൽശാന്തി പോലീസിന് നൽകിയ മൊഴി. മാല തിരിച്ചു കിട്ടാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്.